കൗതുകം ലേശം കൂടുതലാണ് ആ പ്രായത്തില്, ഏത് പ്രായത്തിലും. അപ്പൊ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ബിറ്റുണ്ട് അതിൻ്റെ അകത്ത്. പുള്ളി എൻ്റെ കണ്ണൊക്കെ പൊത്തിയിട്ടുണ്ട്, ഞാൻ പക്ഷെ വിരലിൻ്റെ ഇടയിൽ കൂടി നോക്കി. കൗതുകമാണല്ലോ. കൗതുകം ലേശം കൂടുതലാണ്, മാപ്പാക്കണം. ഇപ്പോഴും എൻ്റെ ടാലന്റുകൾ ഒളിച്ചിങ്ങനെ ഇരിക്കണം. ഇനി കുറെ ടാലന്റുകൾ പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. ശബരി കിട്ടി 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 എന്ന് പറഞ്ഞിട്ട് പോന്ന് പറഞ്ഞിട്ട് ലൈവായിട്ട് പരിപാടി ശബരി ഒന്ന് പാടാണ്. മലരേ നിന്നെ കാണാതിരുന്ന, മലരേ നിന്നെ കാണാതിരുന്ന. അന്നേ വർക്കാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് തന്നെ സായി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് മലറിനെ ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാനായിരുന്നു നിവിൻ്റെ ഡ്യൂപ്പ്. അവന് ഷൂട്ടായിരുന്നല്ലോ, നമുക്ക് ഷൂട്ടൊന്നുമില്ല. അപ്പോൾ ഓഡീഷൻസിനും പരിപാടികളിലൊക്കെ ഞാനാണ് ചാനലിൽ നിന്നൊക്കെ വരുന്ന ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്ന് ഒരു പ്രൊമോഷൻ പോലത്തെ പരിപാടിയായിരുന്നു. വിനീതിൻ്റെ സിനിമ വരുന്നു, പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ നടക്കുന്നു. ആലുവ IMCയിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പും പരിപാടികളൊക്കെ. റൊമാൻറ്റിക് ആൽബംസും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര സ്കോപ്പാണല്ലോ. അപ്പം അന്ന് ഇറങ്ങുന്നുണ്ട്. ഹഗ്ഗിങ് പരിപാടിയുണ്ട്. ഇതൊന്നും നമുക്ക് ക്യാമറയുടെ മുമ്പിൽ, ക്യാമറ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ഷൂട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ജനലക്കിൽ അവൻ്റെ അച്ഛൻ, ടീച്ചർ, അനിയത്തി, പിന്നെ അയലക്കത്തുള്ള കുറച്ച് ചേച്ചിമാർ, ഇവരൊക്കെ വന്ന് എൻ്റെ കെട്ടിപ്പിടുത്തം കാണാനായിട്ട്. അന്ന് ഇതൊന്നും ലേസ് ഇതൊന്നുമില്ലല്ലോ, അന്ന് വേർത്ത് അത്രയും ടെൻഷനാണ്. Every wedding unforgettable. Joya Lucas, world's favorite jeweler. വിനീത് ശ്രീനിവാസൻ ആസ് എ പേഴ്സൺ, ഒരു മെൻറ്റർ എന്നുള്ള രീതിയിലൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന സിനിമകളെ പറ്റിയിട്ടും, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഇമ്പാക്റ്റ്, ആൾക്ക് കാറ്റർ ചെയ്യേണ്ട ഓഡിയൻസ്, അതിനെപ്പറ്റി അന്നേ നല്ല വിഷനുള്ള ഒരാളായിരുന്നു. ആയിരുന്നുണ്ടാവണം. കാരണം ആ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്ര അറിയില്ലല്ലോ എങ്ങനെയെന്നുള്ളത്. അവരുടെ സിനിമകളിൽ കൂടിയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആസ് എ പേഴ്സൺ ഭയങ്കര രസമായിട്ടാണ് എല്ലാവരും ഹാൻഡിൽ ചെയ്തതും. ഒരു എന്താ പറയുക, അത്രയും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ നായകന്മാർ, അല്ലെങ്കിൽ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന 5 നായകന്മാരെ പുള്ളി ചുമ്മാ എടുത്തങ്ങ് ചുമ്മാ വഴി കൂടി പോയ ആൾക്കാരെ പിടിച്ചെടുക്കുകയല്ല ചെയ്തത്. പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് പുള്ളിക്ക് വേണ്ടുന്ന കഥാപാത്രങ്ങൾ, രൂപസാദൃശ്യമുള്ള ആൾക്കാരെയൊക്കെ ചൂസ് ചെയ്ത് അവരെ പ്രിപ്പയർഡാക്കി അവരെ ഈ പറയുന്ന പോലെ ഒരു കേപ്പബിൾ ആക്കിയിട്ടാണ് അവർ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഇതെല്ലാം സിനിമ, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ലോകത്തു നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ, സാധാരണക്കാരെയാണ് കൊണ്ടുവന്നത്. ഇവർക്ക് ഈ പറയുന്ന സിനിമയുടെ എക്സ്പോഷർ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. ഇതൊക്കെ ആദ്യമേ തന്നെ ഒരു പ്രാക്ടീസ് കൊടുക്കണം. ഒരു 3 ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. നമ്മൾ അന്ന് ചാനലിൽ നിന്നൊക്കെ വരുന്ന ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്ന് ഒരു പ്രൊമോഷൻ പോലത്തെ പരിപാടിയായിരുന്നു. വിനീതിൻ്റെ സിനിമ വരുന്നു, പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ നടക്കുന്നു. ആലുവ IMCയിൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പും പരിപാടികളൊക്കെ. അപ്പോൾ വീടിനടുത്ത് തന്നെയാണല്ലോ, ആലുവ തന്നെയാണല്ലോ സ്ഥലം. അപ്പോൾ സുഖമായിരുന്നു. ഞങ്ങൾക്ക് നമ്മൾ ഡേ സ്കോളേഴ്സ് പോലെയായിരുന്നു. ബാക്കി എല്ലാവരും അവിടെ താമസിപ്പിച്ച് ഞാൻ ഇവനൊക്കെ പോയി വരുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്യാമ്പിന് പോവും, വൈകിട്ടാകുമ്പോൾ നേരെ പാലസിൽ വരും. അവിടെ അൽഫോൺസ്, കിച്ചു, ഷറഫ് ഇവരൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും എങ്ങനെ പരിപാടികളൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അവരും ഹെൽപ്പ് ചെയ്യും, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പക്ക ഒരു ക്യാമ്പായിരുന്നു. കാരണം എനിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾ എന്താ പറയുക, ഒരു എന്താ പറയുക, ഇൻഡിപെൻഡൻ്റായിട്ട് തിങ്ക് ചെയ്യാനും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് പഠിപ്പിച്ച കാര്യമായിരുന്നു. അതായത് നമ്മൾ തന്നെ ആ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യാനുള്ളത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ലാസ്റ്റ് അങ്ങനെയാണ് വേണ്ടി വരിക. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഒറ്റയ്ക്ക് ടേക്ക് കെയർ ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് വരേണ്ടി വരും. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് സിനിമയിൽ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മലർവാടി കഴിഞ്ഞിട്ടുള്ള നേരം വരെയുള്ള ഒരു 5 വർഷങ്ങളുണ്ടല്ലോ, ആ വർഷക്കാലയളവിൽ സിജു കുറേ ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ കുറേ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അഭിനയിക്കാനുള്ള ത്വര കൊണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു സെർച്ചിൽ ഉണ്ടായതാണോ? അതൊക്കെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ പല പല ഐഡിയാസും പല പല തോട്ട്സും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാം, അങ്ങനെ പല പല ഗ്രൂപ്പായിട്ട് പല ആൾക്കാർ ഇന്നിപ്പോൾ ഒരുപാട് എല്ലാവരും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇരുന്ന് ഇപ്പോൾ ഗ്രൂപ്പായിട്ടിരുന്ന് ചിന്തിക്കുന്ന പോലെ അന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പായിട്ട് പല പല ഗ്രൂപ്പുകളായിട്ട് അന്ന് തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേര് ഇപ്പോൾ സിനിമയിലെത്തി. അൽഫോൺസ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പേര് സിനിമയിൽ നിന്ന്
എത്തിയിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ്. അപ്പം നമുക്ക് അഭിനയിക്കാനൊരു ചാൻസ് കിട്ടുക അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും എല്ലാ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ ഇതിലൊക്കെ പോയി അതിനും ചാൻസിന് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് ചാൻസ് അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന സ്ഥലത്തൊരു ടീമുകൾ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളവിടെ അവരെ തപ്പിപ്പിടിച്ചിട്ട് അവരുടെ അടുത്ത് പോയി ഇങ്ങനെ ചാൻസ് ചോദിച്ചു അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ആൽബം അല്ലേ മറ്റേ ടീച്ചറുടെ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ട് മുകേഷാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഷറഫിന്റെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്ന പ്രണീഷ് വിജയൻ സുഹൃത്താണ്. പ്രണീഷ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് മ്യൂസിക് വീഡിയോ. മുകേഷ് മുരളീധരനാണ് ക്യാമറ ചെയ്യുന്നത്. ഞാനാണ് അഭിനയിക്കുന്നത്. പിന്നെ രൂപ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അപ്പം അന്ന് ഭയങ്കര റൊമാൻറ്റിക് ആൽബംസും അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര സ്കോപ്പാണല്ലോ. അപ്പം അന്ന് ഇറങ്ങുന്നുണ്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ടല്ലോ കൈരളി വി ചാനലിലൊക്കെ. അതന്നെ മിസ്റ്റ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പം അന്നങ്ങനെ പോയി ചെയ്തതാണ്. അന്ന് അതിലൊരു ഹഗ്ഗിങ് പരിപാടി ഉണ്ട്. ഇതൊന്നും നമുക്ക് ക്യാമറയുടെ മുമ്പിൽ ക്യാമറ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും പതർച്ചയാണല്ലോ. ഇപ്പൊ സുഹൃത്തുക്കളാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ഇപ്പൊ ആക്ഷൻ പറയുമ്പോഴത്തേക്കും ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ പുതുതായിട്ട് കാണുന്നൊരു ആളാണ്, അതായത് കൂടെ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നേരത്തെ പരിചയമുള്ള ആളോ അങ്ങനൊന്നല്ല. അപ്പൊ ആ ഷൂട്ടിന് വേണ്ടി കാണുന്നു. ആ സമയത്ത് അത്രയും ഒട്ടും കംഫർട്ടബിൾ അല്ല. ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലം എന്ന് പറയുന്ന പെണ്ണുങ്ങളെ തൊടാന്ന് പറയുന്നതിൻ്റെ അയിത്തം പോലെ അയ്യോ ഒന്നുമില്ല, അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ മുകേഷിന്റെ വീട്ടിൽ തന്നെ, മുകേഷിന്റെ അമ്മയാണ് ടീച്ചർ, പാർവതി ടീച്ചർ, ഞങ്ങളെ പഠിപ്പിച്ചാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഷൂട്ട് വെച്ചു. അപ്പോൾ ഷൂട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ജനലക്കിൽ അവൻ്റെ അച്ഛൻ, ടീച്ചർ, അനിയത്തി, പിന്നെ അയലക്കത്തുള്ള കുറച്ച് ചേച്ചിമാർ ഇവരൊക്കെ വന്ന് നിൽക്കണം എൻ്റെ കെട്ടിപ്പിടുത്തം കാണാനായിട്ട്. നീ ഒന്ന് കെട്ടിപ്പിടിക്കും, ഞാനത് കാണട്ടെ. അന്ന് ഇതൊന്നും ലേസി ഇതൊന്നുമില്ലല്ലോ. അന്ന് വേർത്ത് അത്രയും ടെൻഷനാണ്. പറയുമ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കാം. ആ കൊച്ചിനൊക്കെ ഞാൻ എന്തോ കെട്ടിപ്പിടിച്ചിട്ട് ഉരുന്ന് മറിഞ്ഞ് വീഴൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മമാർ എപ്പോഴും കളിയാക്കും തന്നെ. അമ്മമാര് എപ്പോഴും കളിയാക്കാറുണ്ട്, പണ്ടത്തെ കെട്ടിപ്പിടുത്ത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതല്ല ടീച്ചറൊക്കെ എല്ലാം നിൽക്കുന്നേ. നമുക്ക് ഒന്നാമത് ഇവന്മാരെന്നാൽ തന്നെ കോൺഷ്യസ് ആണ്, നമുക്കിത് ശീലമില്ലാത്ത കാര്യമാണ് ക്യാമറയുടെ മുമ്പിൽ ഇത് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഓഡിയൻസും കൂടി വന്ന് നിൽക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം. പക്ഷെ ചെയ്തു എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത്. ഷിനോസ് ആയിരുന്നു എൻ്റെ എഡിറ്റർ, ഷിനോസ് റഹ്മാൻ ബ്രദേഴ്സിലെ ഒരു ബ്രദർ. അപ്പോൾ ഷിനോസാണ് എഡിറ്റർ. അവനന്ന് മുതലേ എഡിറ്റിംഗ് പരിപാടിയാണ്. അവനായിരുന്നു എഡിറ്റർ. അപ്പോൾ അവൻ എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി. എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നമ്മൾ സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് ഒന്ന് വീട്ടിൽ മമ്മിയില്ല. അപ്പോൾ ആ സമയത്ത് മമ്മി എന്തോ ചേച്ചി എടുത്ത് ദുബായിലോ അങ്ങനെ എന്തോ പോയേക്കാം. അപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എന്താ പറയുക, അന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടേബിളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ടേബിളിൽ എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് അവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്തത്, കാര്യങ്ങളൊക്കെ ചെയ്തത്. സൗകര്യങ്ങളുള്ള ഒരു വീട്, സൗകര്യങ്ങളുള്ള വീട് സിജുവൽസിന്റെ സൗകര്യങ്ങളുള്ള ടേബിൾ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. മറ്റേ ക്യാരം ബോർഡിൻ്റെ അത്ര ഉള്ള സ്പേസൊക്കെ ഉള്ളു വീടിൻ്റെ സ്പേസൊക്കെ, തറവാട് വീട് അങ്ങനെയായിരുന്നു. അന്ന് എന്തെങ്കിലും ഒരു പീസ് ഓഫ് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കാന്നുള്ളതായിരുന്നു. കാരണം വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നമുക്കറിയാം. അത് നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കിക്കുമ്പോൾ മാത്രമേ കണ്ണാടി മുമ്പിൽ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ ഇങ്ങോട്ടേക്ക് നോട്ടം മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണില്ലല്ലോ, അല്ലേ? മിററിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ണ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഭാവങ്ങൾ വരുന്നത് എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഭാവം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഭാവം നടക്കണമെന്നുള്ള മിററിൽ കാണാൻ പറ്റില്ല, ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും അന്ന് അങ്ങനെ എന്ത് മിററിൻ്റെ ഇത് പറഞ്ഞാലും അത്രയും എന്താ പറയുക ഇതായിട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അഭിനയിച്ച് നമ്മളത് ടി വിയിലിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം നന്നായി എന്നുള്ളതും കാര്യങ്ങളൊക്കെ. അപ്പം അന്ന് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ടായിരുന്നു, ഇന്നും നടത്തുന്നുണ്ട്. 2013 നേരം റിലീസാവുന്നു, നിങ്ങളുടെ നല്ല നേരം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് മുമ്പ് ഞാൻ നേരത്തിൻ്റെ ഒരു ടീസർ വിനീത് ശ്രീനിവാസൻ അന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് എഴുതിയൊരു നോട്ട് ഉണ്ടായിരുന്നു. അൽഫോൺസ് പുത്രൻ മെഡിക്കൽ അത്ര ഓക്കെ ഒന്നും ആയിരുന്നില്ല പല സമയങ്ങളിൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷണൽ വെഞ്ചർ ഇത്രയധികം ഡിലേ ആയി പോയത്. അസാമാന്യ ടാലൻ്റാണ്, ഇയാൾ ആരാണെന്ന് നിങ്ങൾ വൈകാതെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറിപ്പോട് കൂടിയിട്ടാണ് ഈ ടീസർ ഷെയർ ചെയ്ത്. നമ്മളൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ ആ ടീസർ ക്ലിക്ക് ചെയ്യുന്നത്. ഇതുവരെ കാണാത്തൊരു ടീസർ ഡിസൈൻ ആയിരുന്നു സിനിമയുടെ
വോയിസ് ഓവേഴ്സ് യൂസ് ചെയ്ത വിധവും ഗ്രാഫിക്സ് യൂസ് ചെയ്ത വിധവും ഒക്കെ. ട്രെയിലർ ട്രെയിലർ കട്ട് എന്ന് പറയുന്നത് അന്ന് ഭയങ്കര സെറ്റായിരുന്നു. അതായത് ഫ്രഷ് ആയിരുന്നു. തട്ടത്തിൻ മരത്തിന്റെ ട്രെയിലർ കട്ട് ചെയ്ത ആളാണെന്ന് അറിയാമെങ്കിലും അത് വേറെ തന്നെ ഒരു മൂടായിരുന്നു. പിന്നെ ഒരു ദിവസം നടക്കുന്ന കഥയും അതും നമുക്ക് പുതിയൊരു കാര്യമായിരുന്നു. നേരത്തിലേക്ക് കയറി ചെല്ലുന്നത് നടനായിട്ടാണോ അതോ സുഹൃത്തായിട്ടാണോ? നേരത്തിലേക്ക് നടനായിട്ടാണ്. സുഹൃത്തായിട്ട് ഓൾറെഡി ആണല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അൽത്താഫിൻ്റെ ഒരു ഷോർട്ട് ഫിലിം, അൽത്താഫ് ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ആദ്യം ചെയ്യാനായിട്ടൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് അത് പാളി, പരിപാടി നടന്നില്ല. ഒരു ദിവസം 2 ദിവസം ഷൂട്ട് ചെയ്തിട്ട് അൽത്താഫ് ശരിയാവില്ല എന്നുണ്ട്. അൽത്താഫിൻ്റെ ഫ്രണ്ടായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആള് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ 2 ദിവസം ഷൂട്ടൊക്കെ ചെയ്തിട്ട് അത് ഇച്ചിരി പാളിയിട്ട് വേണ്ട വേറെ സബ്ജക്റ്റ് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തു, ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് അഭിനയിച്ചു കഴിഞ്ഞ് ആ സിനിമ ഇതുപോലെ ഷോർട്ട് ഫിലിം അൽഫോൺസിനൊക്കെ കാണിച്ചു. അൽഫോൺസ് അപ്പോൾ ആ സമയത്ത് കുറേ ഷോർട്ട് ഫിലിംസ് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അൽഫോൺസ് ചെന്നൈയിൽ നിന്ന് വിളിച്ചു ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട്. നന്നായിട്ടുണ്ട്, ഇംപ്രൂവൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അഭിപ്രായം വന്നു. അപ്പോൾ നമുക്ക് ചെയ്തതിനൊരു റെക്കഗ്നിഷൻ കിട്ടാണല്ലോ, റിവാർഡും കിട്ടണം, റെക്കഗ്നിഷൻ കിട്ടണം. അപ്പോൾ നമുക്കിത് ചെയ്യാം, ഓക്കെ മുമ്പോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം കൂടിയാണല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഓഡിഷൻ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഫെഡറൽ ബാങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു പാർട്ട് ടൈം ജോബായിട്ട്. ആലുവ ഫെഡറൽ ബാങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമൊക്കെ നമുക്ക് ഇതിലേക്ക് അടിച്ചു കയറുന്ന സിസ്റ്റത്തിലേക്ക് അടിച്ചു കയറ്റുന്ന പരിപാടി. അപ്പോൾ ഗോബൂസിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഫെഡറൽ ബാങ്കിന്റെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഉണ്ടാവും. ഞാൻ കുറച്ച് അക്കൗണ്ട് ഇത്ര ടാർഗറ്റ് ഉണ്ട്, എത്ര ഫോംസ് അടിച്ച് കയറണം ഒരു ദിവസം ഉണ്ടാവും. കുറച്ച് അടിച്ച് കയറ്റി അതേത്തേക്കും ബ്രേക്ക് എടുക്കണം, നേരെ പോയി ഒരു ചായയും സിഗരറ്റും വലിച്ച് അവിടെ അമ്മമാരോട് കത്തിയൊക്കെ അടിച്ച് പിന്നെ വന്നിരുന്ന് വർക്ക് ചെയ്യും. അങ്ങനെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വണ്ടി കാശും അങ്ങനത്തെ ചിലവിനുള്ള കാശൊക്കെ കിട്ടുമായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ഇപ്പോൾ ജോബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അൽഫോൺസിൻ്റെ നേരം ഓണാവുന്നത്. അങ്ങനെയാണ് അവൻ വിളിച്ചിട്ട് പറയുന്നത് നേരെ ചെന്നൈക്ക് പറയുന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ ഞാൻ ആ ജോബ് ഉപേക്ഷിച്ച് നേരെ ചെന്നൈയിലേക്ക് പോയി അന്ന് അസിസ്റ്റും ചെയ്തു. അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അസിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അന്ന് നേരത്തിലും അസിസ്റ്റ് ചെയ്തു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ 11 കശ്മലൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ദിവസത്തെ ഷൂട്ട്, അതും പിന്നെ എൻ്റെ സീൻ വന്നേക്കുന്ന ഷൂട്ട് 2 ദിവസം എനിക്ക് ഈ ഒരു സിനിമ സെറ്റിലുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ 2 ദിവസത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സിനിമ സെറ്റ് ഞാൻ കണ്ടിട്ടില്ല. നേരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇത്ര ദിവസം എനിക്ക് 71 ഡേയ്സ് കണ്ടാണ് എടുത്തതെന്നാണ്. അത്രയും ദിവസം സിനിമ സെറ്റിൽ ഫുള്ളോൺ നമ്മൾ തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എല്ലാ പരിപാടികളും, ഇപ്പോൾ എല്ലാവരും ഉണ്ട്, കിച്ചുണ്ട്, ഷബരിയുണ്ട്, ഷർഫൊന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷർഫ് പോയി വരും, അങ്ങനത്തെ പരിപാടികളായിരുന്നു. കണ്ടിന്യൂറ്റി നോക്കിക്കൊണ്ടിരുന്നത്. ചാർട്ടിങ്ങിൻ്റെ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഡയലോഗ്സ് എന്തെങ്കിലും മാറ്റം അങ്ങനത്തെ പരിപാടികളൊക്കെ വന്ന് ഞാനാണ് എഴുതി കൊടുക്കുന്നത്. എൻ്റെ കൈയക്ഷരം മലയാളം നല്ല ഉരുട്ടി എഴുതാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനാണ് എഴുതി കൊടുക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിവിൻ്റെ അതിനകത്ത് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ മറ്റേ സ്വെറ്റൊക്കെ ഉണ്ടാവും പുറത്ത്, ഇതൊക്കെ പക്ക സ്റ്റില്ലൊക്കെ എടുത്ത് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ കറക്റ്റ് കണ്ടിന്യൂറ്റി ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലേക്ക് വന്നപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. കാരണം അത്രയും ആ സെറ്റിൽ നിന്ന് എക്സ്പീരിയൻസ് ആയില്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പരിപാടികളും മുമ്പിലെ ആൾക്കാരൊന്ന് പെർഫോം ചെയ്യുന്ന അതിൽ മനോജ് ചേട്ടനുണ്ട്, ഷമ്മിച്ചേട്ടനുണ്ട്. ഷമ്മിച്ചേട്ടനൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ഞാനാണ്. എനിക്കിപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ തമിഴല്ല കേട്ടോ, മലയാളം. പോലീസ് സ്റ്റേഷനിലെ സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രോംപ്റ്റിംഗ് ഒക്കെ ഞാൻ അതിൽ നിന്നാണ് പഠിക്കുന്നത്. പുള്ളിയൊക്കെ പറയുന്നുണ്ട് എനിക്ക് നേരത്തെ ഇട്ട് തരണം. അപ്പം ഞാനിങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ പ്രോംപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷമിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയടാ മോനെ എന്നിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പുള്ളിയും പിക്ക് ചെയ്യും. അങ്ങനെയായിരുന്നു. അത് ഞാനും പഠിച്ചു അപ്പോൾ പ്രോംപ്റ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനാണ് എനിക്ക് തോന്നുന്നു അന്ന് ആനന്ദിൻ്റെ ക്യാമറ ചെയ്യുന്നത്, അതുപോലെ തന്നെ വിശ്വജിത്തുണ്ട് അതിനകത്ത് സ്കൂട്ടറൊക്കെ ഓടിച്ച് ഞാനാണ്. ക്യാമറ ബാക്കിൽ നിന്നിട്ട് ഇവരെ ചേസ് ചെയ്യുന്നുണ്ടല്ലോ, ഇവൻ്റെ ഓട്ടവും അങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ അതിൽ
ഞാനാണ് സ്കൂട്ടർ ഓടിച്ചതും, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഓൾ ഇൻ ഓൾ എല്ലാവരും പല പല പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കമ്പനി ആർട്ടിസ്റ്റാണ്. കമ്പനി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ വരാൻ ഡിലേ കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്ക കോസ്റ്റ്യൂം എന്ന് പറയും. അന്ന് ശബരി ഉണ്ട് കേട്ടോ. ശബരി ഇപ്പം എൻ്റെ തമിഴിലെ ക്യാരക്ടർ ചെയ്തത് ശബരിയാണ്. അപ്പോൾ ശബരി അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫുൾ ഓൺ കൂടെ ഉണ്ട്. അഭിനയിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സീൻസ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്ക് ഫ്രീയാണ്, ഞങ്ങൾക്ക് ഹോളിഡേ. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അന്ന് അഭിനയിക്കാനുള്ളതുകൊണ്ട് ഹോളിഡേ, അസിസ്റ്റ് ചെയ്യണ്ട. പക്ഷെ അന്നാലും നമ്മൾ ഫുൾ ഓൺ അവിടെ ഉണ്ടാവും. പക്ഷേ നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ റോള ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു വടപളനി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് അങ്ങനെ ഉണ്ടാക്കിയ സിനിമയാണ് നേരം. ബൈലിംഗിലും കൂടിയാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലഘട്ടം. നമ്മൾ നേരത്തെ ചെന്ന്, ഞാൻ അസിസ്റ്റൻറ്റും കൂടി ആയതുകൊണ്ട് നേരത്തെ ചെന്ന് നിൽക്കണം. ആ ടൈമിൽ കത്രി വെയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിലുള്ള ടൈം, ഒട്ടുക്കത്ത വെയില. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ണുകളും തുറക്കും, ഇങ്ങനെ ചൈനക്കാരുടെ പോലെ ഇങ്ങനെ കണ്ണിങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുള്ള ഇതായിരുന്നു. പ്രേമത്തിൻ്റെ ടൈമിലുണ്ടായിരുന്നു കേട്ടോ, ഫുള്ളുണ്ടായിരുന്നു. അല്ല ഒന്നിൽ അസിസ്റ്റ് ചെയ്തില്ല. ഈ ജോജി ശരിക്കും ആ സീനിൽ ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ഫ്രൈയും കഴിക്കുന്നുണ്ടോ? കഴിച്ചിട്ടുണ്ട്. പക്ഷെ പണ്ട് കഴിച്ചണമെന്ന് ഫുള്ള് കഴിച്ചിട്ടൊന്നുമില്ല. റീടേക്കും ഇതൊക്കെ പോകില്ലേ, ഫുള്ളൊന്നും കഴിച്ചില്ല. പുള്ളി അല്ല കുറേ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അതെ, കഴിച്ചിട്ടുണ്ടാവും. അതൊരു വല്ലാത്ത, എനിക്ക് പ്രേമത്തെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ കുറേയും കൂടി റിസ്ക് കൂടുതൽ എന്നാൽ എല്ലാം കറക്റ്റ് ടാലൻറ്റും ഒത്തുചേർന്നൊരു സിനിമയും കൂടെ ആയിട്ട് നേരത്തെ തോന്നിയിട്ടുണ്ട്. കാരണം ഡാർക്ക് ഹ്യൂമർ പരിപാടി ഇവിടെ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടുമില്ല. വർക്കൗട്ടാണ് വന്നിട്ടില്ല. അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതാണ് വർക്കായത്. കാരണം അവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് സ്ക്രീനിൽ നടക്കുന്ന കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുന്നത്. അപ്പോൾ കാണുന്ന പ്രേക്ഷകന് ഭയങ്കര ചിരി വരുന്ന പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിനിമ ഇപ്പോൾ ടി വി കാണുമ്പോഴേ, അതായത് സിജു വിൽസൺ അതിലൊരു ചെറിയ വേഷം ചെയ്തിരുന്ന ആൾ ഇന്ന് ആക്ഷൻ സ്റ്റാറായി മാറിയിരിക്കുന്നു. ജോജു ജോർജ് വലിയൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റായിട്ട് മാറി. ബോബി സിംഹ നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ടറായിട്ട് മാറി. അൽഫോൺസ് പുത്രൻ എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയുടെ ഒരു ഗെയിം ചേഞ്ചറായി. അഭിനയിച്ച് സോഡാ ബാബു കഴിഞ്ഞ ദിവസം കണ്ടിട്ടാ പൊളി, നല്ല രീതിയിൽ വിളിച്ച ആളെ വിളിച്ചില്ല. കട്ടൂർ 2015 പ്രേമം റിലീസാവുന്നു. നിങ്ങളുടെ നല്ല നേരത്തിന്റെ ഏറ്റവും എക്സ്ട്രീം. ചെന്നൈയിൽ ഒരു പടം 250 ദിവസം കളിക്കുക, കട്ടത്താടി കേരളം മൊത്തം ട്രെൻഡ് ആവുക, കറുത്ത ഷർട്ട് വെള്ളമുണ്ടും ട്രെൻഡ് ആവുക, റെഡ് വെൽവെറ്റ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എത്ര ട്രെൻഡുകൾ, എത്ര റെഫറൻസുകൾ. മലർന്നുള്ള പാട്ട് കേരളം മൊത്തം, അതായത് ആ സോങ്ങിന് ഒന്ന് ഏറ്റവും രസം വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടില്ല. കുട്ടികൾ ഫോൺ വെച്ച് തിയേറ്ററിൽ നിന്ന് അത് റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ഇൻസെയിൻ ട്രെൻഡ്. സത്യം പറഞ്ഞാൽ ഒരു പടം വിജയിക്കും, പക്ഷെ ഒരു പടം മൊത്തം യുവാക്കളെ ഏറ്റെടുത്തൊരു സിനിമ അതിന് ശേഷം അത്രയും ഇമ്പാക്റ്റിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ലാസ്റ്റ് ഈ പറയുന്ന പോലെ ഒരു ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ക്രീനിങ് പരിപാടി വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് തിയേറ്ററിലേക്ക് ഓടി കയറുന്നതും അങ്ങനത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന എങ്ങനെയാ ആ ഒരു പ്രേമം ഇറങ്ങി ഒരു മാസം നിങ്ങൾ ജീവിച്ചത്? ആ ഒരു സന്തോഷത്തിന്റെ അറ്റം എങ്ങനെയായിരുന്നു? എനിക്ക് പ്രേമം ഇറങ്ങിയത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഊട്ടിയിലേക്ക് പോയി. അവിടെ നിന്ന് അൽഫോൺസ് ഒന്ന് ചെന്നൈയിലാണ്. അപ്പോൾ അവൻ ചെന്നൈയിൽ നിന്ന് ഊട്ടിയിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് കൂടി ഇതെന്താ സംഭവിച്ചേ എന്നുള്ളൊരു പരിപാടിയായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. കാരണം ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഭയങ്കര അടിയായിട്ടാണ് പഠിച്ചത്. നമ്മൾ അതായത് എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു സാധനവും ചാർജൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഹിറ്റാവും, പരിപാടി എല്ലാവർക്കും ഇഷ്ടമാവുന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഇത്രയും ഒരു വൈഡ് ഓഡിയൻസിലേക്ക്, അതായത് കേരളവും കടന്ന് തമിഴ്നാടും കഴിഞ്ഞ് തെലുങ്കും കന്നഡ ഇവിടെ എല്ലാം ഇപ്പം ഹിന്ദിയിലുള്ള അതെ ഇത്രയും രീതിയിൽ ഈ സിനിമ എന്താ പറയുക ബോർഡർ കടന്ന് ഇത്രയും വലിയൊരു ഹിറ്റിലേക്ക് പോകുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യമേ അൽഫോൺസിനെ കണ്ടിട്ട് എല്ലാവരും കൂടി എന്താ സംഭവിച്ചത് അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ കാരണം എല്ലാവരും മറ്റൊരു കിളിപോയ അവസ്ഥയായിരുന്നു. ഇതെന്താ സംഭവിച്ചെന്നുള്ളൊരു പിടുത്തം കിട്ടാത്തൊരു രീതിയായിരുന്നു. പക്ഷെ അത് അത്രയും പ്രേമത്തോടുകൂടി എടുത്ത സിനിമയായിരുന്നു. അതിൻ്റെ ഓരോ കാസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ അത്രത്തോളം വർക്കൗട്ട് ചെയ്ത് അത്രയും പ്രിപ്പറേഷൻ ചെയ്ത് എടുത്ത സിനിമയായിരുന്നു. കാരണം അതിൻ്റെ പാട്ടുകൾ ഇപ്പോൾ മലരേ എന്ന് പറഞ്ഞ സോങ്
അതിൻ്റെ അനുപല്ലവി ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാനൊക്കെയാണ്. ഞാൻ ജസ്റ്റിൻ, രാജേഷ് മുരുകേഷൻ, ശബരീഷ് വർമ്മ. അനുപല്ലവി ആയിട്ടില്ലെന്ന്. തെളിമാനം മഴവില്ലൻ ആ സോങ് ലൈക്ക് പല്ലവി ആയിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും പാടി നടക്കുന്നുണ്ട്. ബാക്കി മ്യൂസിക് മാത്രമേ ഉള്ളൂ, അനുപല്ലവി ആയിട്ടില്ല. അൽഫോൺസ് കുറേ നാളായിട്ട് ശബരി അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ അനുപല്ലവി എവിടെ. ഷൂട്ട് പതിയെ നടക്കുന്നുണ്ട്, കോളേജ് പോർഷൻസും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് UC കോളേജിൽ. അപ്പോൾ അന്നൊരു ദിവസം എനിക്ക് ഷൂട്ടില്ല, ശബരിക്ക് ഷൂട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഡോറിൽ നോക്ക്, എൻ്റെ ഡോറിൽ നോക്ക് ഞാൻ തുറന്നത്തേക്കും ഞാൻ നിവിൻ്റെ റൂമിലാണ്. ശബരി കിട്ടി എന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, ഒരു സെന്ന് എടുത്തിട്ടുണ്ട് ഞാനന്ന്, യെല്ലോ കളർ സെന്ന്, അന്ന് സിനിമയിൽ നിന്ന് കിട്ടിയ ചെറിയൊരു ഇത് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ വണ്ടി എടുക്കും പോ രാജേഷിൻ്റെ അടുത്തേക്ക് വന്ന് പോണത്തറയിലന്ന് രാജേഷിൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് അനുപല്ലവി കിട്ടി ഇപ്പം തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടുന്ന് വിട്ടടിച്ച് പോവാണ്. നേരെ വിട്ടടിച്ച് തൃപ്പൂണിത്തുറെത്തി. അവിടുത്തെ ജസ്റ്റിൻ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്, അവനൊന്നും ഷൂട്ടില്ല. അപ്പോൾ അവനും അങ്ങോട്ടേക്ക് വന്നു. അവിടെ ചെന്നിട്ട് അവിടെ ലൈവായിട്ട് പരിപാടി ശബരി അങ്ങ് പാടാണ്. പാടി കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടി ഓൺ. അത് ഭയങ്കര രസം. ഞങ്ങൾ അവിടെ ചെന്ന് അപ്പത്തൊട്ട് പിന്നെ ഈ റെക്കോർഡ് ചെയ്ത പരിപാടികൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഫുൾ ഓൺ ഇതന്നെ പാടിക്കൊണ്ടിരിക്കുന്നു. മലരേ നിന്നെ കാണാതിരുന്ന അത്രയും എന്താ പറയുക. അന്ന് സായി അഭിനയിച്ച് തുടങ്ങി കഴിഞ്ഞു, സായിനെ കണ്ടും തുടങ്ങി. അതുപോലെ തന്നെ അഭിനയം നടന്നുകൊണ്ടിരിക്കുകയാണ് പാരലലി അവിടെ. ആ സമയത്താണ് അപ്പോൾ എല്ലാവർക്കും മലർ അല്ലെങ്കിൽ സായി അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അന്നേ വർക്കാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് തന്നെ സായി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് മലറിനെ ക്യാരി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ മലറിനോട് ഭയങ്കര ഒരു ക്രഷും പ്രേമവും അങ്ങനത്തെ ഒരു ഇതാണ്. അത്ര ഇതിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതും കൂടി നിന്നിട്ട് ഇപ്പോൾ ഓൾറെഡി സായി അവിടെ ഉണ്ട്, മലറുണ്ട്. മലരാരാന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇവൻ നിന്നങ്ങ് പാടാണ് ശബരി. അപ്പോൾ ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് വേണ്ട വേറെ ആർക്കും അല്ല, അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. എനിക്ക് ആദ്യമായിട്ട് എങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അതായത് ഒട്ടും കൺവെൻഷൻ ആയിട്ടുള്ളൊരു നായികയല്ല സായി പല്ലവി അന്ന് കാസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇന്ന് അവർ രൺബീർ കപൂറിൻ്റെ ഇന്ത്യയിലത്തെ ഏറ്റവും അധികം കോസ്റ്റ്ലിയസ്റ്റ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള രാമായണിലെ നായികയാണ്, സീതയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർ അത്രയും സ്പെഷ്യലായിട്ട് കണ്ടതെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് എന്താ ഡിസ്കവർ ചെയ്ത് അവരിൽ എന്ന് ചോദിച്ചിട്ടുണ്ടോ? റിയാലിറ്റി ഷോ വിജയ് ടി വിയിൽ ഇവർ ഡാൻസ് കണ്ടിട്ടാണ് അൽഫോൺസ്. പിന്നെ അത്രയും എനർജിയും ഇതായിട്ടുള്ള ഡാൻസായിരുന്നു. അതിൽ അൽഫോൺസ് പോലെ തന്നെ ഭയങ്കര ഫാനായതാണ്. അന്നേ ഈ പറഞ്ഞ പോലെ കാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇവരെ ഇതിൽ എന്തെങ്കിലും കാസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അൽഫോൺസിന് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പണ്ടേ ഡാൻസ് കളിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടം. അന്നേ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ക്രീൻ ടെസ്റ്റിന് ഞാനൊക്കെ പോകുന്നുണ്ട്. കോയമ്പത്തൂർ ഞാൻ ഉണ്ട്, സായിയുടെ വീട്ടിൽ സായിനെ കാണാൻ പോകുമ്പോൾ ഞാനൊക്കെ ഉണ്ട്. ഞാനുണ്ട്, ആനന്ദുണ്ട് ക്യാമറമാൻ, ശബരി ഉണ്ട്, അൽഫോൺസ് ഉണ്ട്. ഞങ്ങളൊക്കെ പോയിട്ട് അവിടെ പോയി സായിയുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഒരു വെജാണ്, വെജ് ഇതാണ്. എത്രയും അടിപൊളി വെജ് ഫുഡ് ഞാൻ വേറെ കഴിച്ചിട്ടില്ല കേട്ടോ. ഉഗ്രം ഫുഡായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ സായിയുടെ ചുമ്മാ വീഡിയോസും സംസാരിക്കുന്ന വീഡിയോസും അതൊക്കെ എടുത്തിട്ട് പോന്നു. അങ്ങനെയാണ് പിന്നെ ഫിക്സ് ചെയ്യുന്നത്. അന്നേ അപ്പോഴേ തീരുമാനിച്ചായിരുന്നു. കാരണം അത്രയും ഭയങ്കര ഒരു ഓറയും ഒരു ഗ്രേസും പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പോഴേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മലർ സായി എന്നുള്ളത്. അപ്പോൾ ബാക്കി ഇതിനായിരുന്നു പിന്നെ പണി, ബാക്കി 2 ക്യാരക്ടേഴ്സ് സെറ്റാവാനായിട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് മേരി അവനും സെലിന അവനും ഇന്ന് മലയാളത്തിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരുപാട് നായകന്മാർ ഓഡിഷൻ വന്നിട്ടുണ്ട്. സത്യമാണോ? ഉണ്ട്. അവരെ കുറേ പേരെ ഓഡിഷൻ കണ്ടിട്ടുണ്ടല്ലേ? ഓഡിഷൻ ഞാനായിരുന്നു നിവിൻ്റെ ഡ്യൂപ്പ്. അവന് ഷൂട്ടായിരുന്നല്ലോ, നമുക്ക് ഷൂട്ടൊന്നുമില്ല. അപ്പോൾ ഓഡീഷൻസിനും പരിപാടികളിലൊക്കെ ഞാനാണ് ഇരുന്നത്. ഇപ്പോൾ നായികമാരുടെ കൂടെ കാര്യങ്ങളൊക്കെ ഓഡീഷനിൽ നിന്നത് ഞാനാണ്. അതുപോലെ തന്നെ വേറെ ക്യാരക്ടേഴ്സിൻ്റെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ വിനയ് വന്നിട്ടുണ്ടായിരുന്നു. വിനയ് ഫോർട്ടിൻ്റെ ഓഡീഷൻ നമ്മുടെ പൊരാന്ന് പറയുന്ന ആ വീട്, ആ ഹോസ്റ്റൽ എന്നുള്ള വീടിന് നമ്മൾ പൊരാന്ന് വിളിക്കുന്നത്. ആ വീട്ടിൽ വിനയ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിനയും കൂടിയാണ് അഭിനയിക്കുന്നത്. സൗബിൻ്റെ ക്യാരക്ടർ ഞാൻ നിന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു പ്രാക്ടീസാണല്ലോ. അതങ്ങനെ നിന്ന് ഒരുപാട് പേരുടെ കൂടെ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട്
ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് നായികമാർ അതിനകത്ത് ഓഡീഷൻ വന്നിട്ടുണ്ട്. എന്താ പല പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്നവരും വന്നിട്ടുണ്ട്. ഒന്നുണ്ട്. കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിങ്ങനെ മേരിയുടെ റോളിലേക്ക് വന്നിട്ടുണ്ട്, സെൻ്റെ റോളിലേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അവിടെയും ആ പിക്ക് വളരെ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അനുപ പരമേശ്വരനും അത് അവരല്ലാതെ വേറെ ആരെയും അതിലേക്ക്. അതെ അതെ. അപ്പം അത്രയും പ്രീ വർക്ക്സും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രേമത്തിലേക്ക് ഇറങ്ങുന്നതും. പിന്നെ ഈ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കോളേജിലാണ് ഷൂട്ട്. കോളേജിലാണ് ഫസ്റ്റ് സ്കെഡ്യൂൾ എന്ന് പറയുന്ന കോളേജ് പോർഷനാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കഫേ അഗാപ്പെ എന്നുള്ള പോർഷൻ, തേർഡ് ഫേസ് അത് കഴിഞ്ഞിട്ട് എടുത്തു. അപ്പോൾ താടി ഫസ്റ്റ് താടി വെച്ചിട്ടുള്ള പരിപാടി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ താടി പഠിക്കുന്നു, മീശ വെച്ചിട്ടുള്ള പരിപാടി. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന +2 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എടുക്കുന്നത്. ആ സമയത്ത് കോളേജും കൂടിയാണല്ലോ, ഫുൾ ഓണാണ്. നമ്മൾ ഭയങ്കര യങ് ആയിട്ടുള്ള ടൈമാണ്. ആ ടൈമിൽ ഫുള്ള് കോളേജ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഇട്ട് നല്ല ചാർജിലായിരുന്നു എല്ലാവരും നല്ല കട്ട ചാർജിലായിരുന്നു. ഫുൾ ഓൺ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഡാൻസിൻ്റെ സീൻ പറയാം. അതിൽ റോക്കാങ്കുത്ത് സോങ്. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ നിവിൻ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനും കിച്ചുണ്ട്, ശബരിയില്ല. ഷോട്ട് കഴിഞ്ഞാൽ അപ്പം മുണ്ടെടുത്ത് കൊടുക്കും, വയറിളക്കം വരുന്നു, പൊറോട്ടയും ബീഫും കഴിച്ചാണ് അത് വെച്ചാണ് ഡാൻസ് കളിച്ചത്. 48 മണിക്കൂറൊക്കെ ഷൂട്ടുണ്ടായിരുന്നു, ഡാൻസ് പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്. ഓണായിരുന്നു. കൈയടിക്കുമ്പോൾ ഷോർട്ട് കട്ടറിഞ്ഞ് അപ്പം മുണ്ടെടുത്തിട്ട് ഹോളിൻ്റെ അപ്പുറത്ത് വാഷ്റൂം ബാത്റൂം ഉണ്ട്, അവിടെ പോകായിരുന്നു. അയ്യോ ആൾക്കാർ ആയിരുന്നു. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഈ ക്ലാസ് റൂമിലിരിക്കുന്ന പിള്ളേർ ഇവരൊക്കെ ഓഡീഷൻ ചെയ്ത് എടുത്തത്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഫുൾ ഓൺ. അതായത് ഒരു കോളേജ് ഫീൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഈ ആർട്സ് ഡേ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ ശരിക്കും ഒരു ആർട്സ് ഡേ നടക്കുന്ന പോലെ തന്നെ പരിപാടി തന്നെയായിരുന്നു. നമ്മൾ സ്റ്റേജിൽ നിന്ന് അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഡാൻസ് ഫുള്ള് കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഫസ്റ്റ് ടേക്ക് തന്നെ ഇതുപോലെ തന്നെ എല്ലാവരും അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മറ്റേ നാഗരയിൽ പാട്ടിടുന്നു, കേട്ടൺ പൊങ്ങുന്നു. നമ്മൾ ഈ പാരിഷിലും കോളേജിലൊക്കെ ചെയ്ത പോലെ തന്നെ നേരെ കേട്ടൺ പൊങ്ങുന്നു, പരിപാടി ഒറ്റയടി അടിക്കുന്നു. പിന്നെ പല പല ആംഗിളുകളും സാധനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓളമാണ്, അവരെയും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പൊളിയായിരുന്നു. അങ്ങനെ ഭയങ്കര പൊളി മോഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ സോങ്ങൊക്കെ. പൊളിവിടെ ഞങ്ങളുടെ അടി പൊളിഞ്ഞിരിക്കുന്നു. അവിടെ അങ്ങോട്ട് സിജുവിൻ്റെ ജേണി അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ആസ് എൻ ആക്ടർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ തുടങ്ങുന്നു. ഹാപ്പി വെഡിങ് വരുന്നു. സർപ്രൈസ് ഹിറ്റായിരുന്നു ആ സമയത്ത്. ആരും പ്രതീക്ഷിച്ചില്ല ആ സാധനം വർക്കാവുന്നു. ആൻഡ് അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷറഫുദ്ദീനിൽ ഇത്രയധികം ഇളകി ആടാൻ കഴിവുള്ള ഒരാളുണ്ടെന്നും കൂടി അന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വലിയൊരു സാധ്യതയാവുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ ചെറിയ വേഷങ്ങൾ, ഐ മീൻ വെച്ചാൽ ചെറിയ സിനിമകളിൽ ഇങ്ങനെ രസമുള്ള വേഷങ്ങൾ ചെയ്ത് അങ്ങനെ പോകുന്നു. അവിടെ നിന്നാണ് ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത്. ഒരു വലിയ പ്രൊഡക്ഷൻ, വിനയൻ സാറിൻ്റെ ഡിറക്ഷൻ, 19ാം നൂറ്റാണ്ട് എന്നുള്ള സിനിമ, കുറേ സസ്പെൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന യുവതാരം എന്നുണ്ട്. അപ്പോൾ പല ഗസ്റ്റുകളുണ്ടായിരുന്നു. ചിലപ്പോൾ ടോബി, എനിക്ക് സസ്പെൻസ് ആയിരുന്നു. അതല്ലേ എന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കാരണം ഇത്ര വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ ആയതുകൊണ്ട്. അപ്പോൾ അന്ന് മൂല്യമുള്ള ആൾക്കാരെയും കാര്യങ്ങളും, അന്നല്ല ഇന്നുണ്ട്, മൂല്യമുള്ള ആൾക്കാരെയായിരിക്കും ആദ്യം ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ സാറിൻ്റെ വിളി ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ കുറേ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻസിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ മതി എന്നുള്ളൊരു സാധനത്തിലേക്ക് സാറ് ഡിസൈഡ് ചെയ്യുന്നത്. അതിനു വേണ്ടി പണിയെടുത്തൂല കുറേ. പിന്നെ പണിയെടുക്കാൻ എനിക്ക് ഇപ്പോഴും മടിയില്ല. പണ്ട് അത് ഒരു ക്യാരക്ടറിൻ്റെ ബിലീവബിലിറ്റിക്ക് കുറച്ചും കൂടി നല്ലതാണ്. അതായത് കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പകുതി പണി അവിടെ കഴിഞ്ഞു. ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് വൈസ് ആൾക്കാർക്ക് ഇയാൾ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇപ്പം പേര് ആറാട്ടുപുഴ വേലായുധപ്പണി ആ കഥാപാത്രമായിട്ട് ആദ്യമേ ഓക്കെ വന്ന് നിൽക്കുമ്പോൾ അത് തോന്നി. ഇത് കഴിഞ്ഞ് പിന്നെ ബാക്കി പരിപാടി പെർഫോമൻസ് നമ്മൾ ഒന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പണികളോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. പിന്നെ ആക്ഷൻ പരിപാടികൾ ഭയങ്കരമായിട്ട് താല്പര്യമുള്ളതാണ്. കാരണം ഫാദറിന് ഞാൻ പറഞ്ഞില്ല, ആക്ഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജെറ്റ്ലി, ബ്രൂസ്ലി, അതുപോലെ ജാക്കി ചാൻ ഇവരുടെയൊക്കെ പടങ്ങൾ കാണുന്നത് പപ്പ സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ബിറ്റുണ്ട് അതിൻ്റെ അകത്ത്. പുള്ളി എൻ്റെ കണ്ണൊക്കെ പൊത്തിയിട്ടുണ്ട്. ഞാൻ പക്ഷേ വിരലിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കി
അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കൗതുകമാണല്ലോ, കൗതുകം ലേശം കൂടുതലാണ് ആ പ്രായത്തില്, ഏത് പ്രായത്തിലും. അപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ സിനിമകൾ, ആക്ഷൻ സിനിമകളും പരിപാടികളൊക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്. അപ്പോൾ എനിക്ക് പണ്ട് പോലെ ആക്ഷൻ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ട്. ഇപ്പോൾ സിനിമയിൽ നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആക്ഷൻ പടങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഫൈറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് എന്താ പറയുക, ഓരോ സിനിമകൾ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി ഒക്കെ എന്താണെന്ന് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ വെറുതെ ഒരു സിനിമയിൽ ഇപ്പോൾ പ്രേമത്തിലെ ജോജു ഇപ്പോൾ അൽഫോൺസ് എടുത്ത് എനിക്കൊരു സ്റ്റണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. ജോജു പൊട്ടനായിട്ടുള്ള ക്യാരക്ടറാണ്, ചെറിയ ശുദ്ധനായൊരു വിഡ്ഢി, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് ആക്ഷനും പരിപാടികളും അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കഥാപാത്രത്തിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യാമെന്നുള്ളതാണ് എപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ടാലൻറ്റുകൾ ഷോക്കേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴും എൻ്റെ ടാലൻറ്റുകൾ ഒളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറേ ടാലൻറ്റുകൾ പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.